നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുക. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? വിട്ടുവീഴ്ചയുടെ ദിനമാണെന്ന്, പുറത്തു കൊടുക്കുന്നതിന്റെ ദിനമാണെന്ന്, മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നതിന്റെ ദിനമാണെന്ന്. അതുകൊണ്ട് ഈ സത്യവിശ്വാസികളുടെ സംഘം ഒറ്റക്കെട്ടാണെന്നും ഒന്നാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മുടെ ബന്ധങ്ങൾ ഒന്നുകൂടി ഊഷ്മളമാക്കുന്നതിന് വേണ്ടി ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തണം. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ മലയാളത്തിന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. മലയാള മണ്ണിൽ സത്യവിശ്വാസികളും പ്രബോധകരും പ്രബോധിതരും ഒന്നിച്ച് സ്നേഹിച്ചും സൗഹൃദത്തിലുമാണ് കഴിയുന്നത്. പ്രബോധിത സമൂഹത്തോട് കരുണയോടുകൂടി അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടുകൂടി വർത്തിക്കാൻ കഴിയുമ്പോഴാണ് പ്രബോധകരായ നമ്മൾ സംസ്കാര സമ്പന്നരായിട്ട് തീരുന്നത്. പക്ഷേ നമുക്കിന്ന് കേരളത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര തന്നെ സന്തോഷകരമല്ല. പ്രബോധിതരെയും പ്രബോധകരെയും അകറ്റിക്കൊണ്ടിരിക്കുന്ന, പ്രബോധകന്റെ സാധ്യതകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തെ മാറ്റി നിർത്താൻ സാമുദായിക ധ്രുവീകരണങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ചില അധികാരമോഹികളും ദുശക്തികളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ സമാധാനത്തിന്റെ സന്ദേശം സമുദായത്തിനപ്പുറം അത് മനുഷ്യനെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട്, ഇസ്ലാം മനുഷ്യനെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെ സ്നേഹച്ചരടുകളിൽ കത്രികകൾ അമർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ദുശക്തികളുടെ കൈകൾ പിടിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ, സ്നേഹത്തിന്റെ പാലം പണിയാൻ ഈ ദിവസത്തെ നമ്മൾ കാണണം. നമ്മളോടൊപ്പം പണിയെടുക്കുന്ന, നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന ധാരാളം അമുസ്ലിം സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അവരിലൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന തെറ്റിദ്ധാരണകളെ ഇല്ലായ്മ ചെയ്യാൻ ഇതിന്റെ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ട്, നമ്മളോടൊപ്പം അവരെ ഭക്ഷണത്തിന് ക്ഷണിച്ചുകൊണ്ട്, സൗഹൃദത്തിന്റെ അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രബോധകന്റെ സംസ്കാരം എന്ത് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ സന്ദർഭം നമ്മൾ കാണണം. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ സൂചിപ്പിച്ചു, നമ്മെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിന്റെ ദിനമാണിത് എന്ന്. സന്തോഷത്തിന്റെ ദിനമാണ്, ആഘോഷത്തിന്റെ ദിനമാണ്, സന്തോഷത്തിന്റെ ദിനമാണ് എന്ന കാര്യം അർത്ഥവത്താവണമെങ്കിൽ റബ്ബനല്ലാഹ് ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചാൽ ആ പ്രഖ്യാപനത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയുമോ? അതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ആഘോഷത്തെ അർത്ഥവത്താക്കുന്നത്. അനുഗ്രഹീതമായ റമളാനിന്റെ ദിനരാത്രങ്ങളിൽ നിങ്ങൾ ആർജിച്ചെടുത്ത ഒരുപാട് മൂല്യങ്ങളുണ്ടല്ലോ, ഉത്കൃഷ്ട മൂല്യങ്ങൾ. അത് നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ നമുക്ക് കഴിയുമോ? അത് അടുത്ത റമളാൻ വരെ നിലനിർത്തുവാനും സംരക്ഷിക്കുവാനും തുടരുവാനും നമുക്ക് കഴിയുമോ? അപ്പോഴാണ് ഇന്നത്തെ നമ്മുടെ ആഘോഷം അർത്ഥവത്തായി തീരുന്നത്. സഹാബയെ കിറാം അനുഗ്രഹീതമായ റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ 6 മാസം മുമ്പ് അവർ പ്രാർത്ഥിക്കുമായിരുന്നു, നാഥാ ഞങ്ങൾക്ക് റമളാനിലേക്ക് ആയുസ്സിനെ നൽകണമേ. റമളാൻ കഴിഞ്ഞ് പെരുന്നാൾ ദിവസം മുതൽ അവർ പ്രാർത്ഥിക്കുമായിരുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ, നാഥാ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. ഞങ്ങളുടെ നമസ്കാരം, ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ ഖിയാമുൽ ലൈൽ, ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ, ഞങ്ങളുടെ ഖുർആൻ പാരായണം, നാഥാ ഇത് നീ സ്വീകരിക്കണമേ, ഇത് നീ സ്വീകരിക്കണമേ. 6 മാസം വരെ അവർ പ്രാർത്ഥിക്കും, ഇത് സ്വീകരിക്കുമോ അള്ളാഹു, ഇത് സ്വീകരിക്കുമോ അള്ളാഹു, ഇത് സ്വീകരിക്കണമല്ലോ, എങ്കിലല്ലേ നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് രക്ഷയുള്ളൂ. അതുകൊണ്ട് നാഥാ ഇത് സ്വീകരിക്കണമേ. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടുന്ന കാര്യമാണത്. ഇതിന്റെ ഇസ്തിഖാമത്ത്, ഈ സൽക്കർമ്മങ്ങളെ നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുന്നതോടൊപ്പം റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ വഖിയാമനാ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ. അതേ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർമ്മങ്ങൾ തീർച്ചയായിട്ടും അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു നമുക്ക് നൽകുന്ന വാഗ്ദാനം. വഇൻ തുതിഉല്ലാഹ വറസൂലഹു ലാ യലിത്കും മിൻ അമാലികും ഷൈഅ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. തീർച്ചയായും അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലുള്ള അനുസരണം നിങ്ങൾ അതേ നിലനിർത്തേണ്ടതുപോലെ നിലനിർത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മങ്ങൾ ഒരിക്കലും തന്നെ പാഴായി പോവുകയില്ല, ഒന്നും പാഴായി പോവുകയില്ല. അല്ലാഹു അത് സ്വീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം, കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ തന്നെയാണ്. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച നമ്മൾ തന്നെയാണ് നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. അതിന്റെ പുണ്യങ്ങളെ, അതിന്റെ പ്രതിഫലങ്ങളെ നശിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. അല്ലാഹു തന്നെ ഓർമ്മിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വലാ തുബ്തിലൂ അമാലക്കും. നിങ്ങൾ ഒരിക്കലും തന്നെ വലാ തുബ്തിലൂ അമാലക്കും, നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ പാഴാക്കി കളയരുത്. നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ പാഴാക്കി കളയരുത്. എപ്പോഴാ കർമ്മങ്ങൾ പാഴാകുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ പാഴായി പോകുന്നത്? ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ നോമ്പിൽ ചെയ്തു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു, കർമ്മങ്ങൾ പാഴായി പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു സഹാബയെ കിറാമിനോട്,
പാപ്പരായവർ അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ദീനാറും ദീർഘവുമില്ലാത്തവർ. പക്ഷേ പ്രവാചകൻ അവരെ ഓർമ്മിപ്പിച്ചു, അതല്ല, അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കാരവുമായി, പ്രാർത്ഥനകളുമായി, ദിക്റുകളുമായി, ദാനധർമ്മത്തിന്റെയും സഖാത്തിന്റെയും ഒരുപാട് സൽക്കർമ്മങ്ങളുമായി അള്ളാഹുവിന്റെ മുമ്പിൽ വന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സൽക്കർമ്മങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സ്വർഗം ബദല് വാങ്ങാൻ വേണ്ടി കടന്നു വരുന്നവരുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ അവർ വന്നു നിൽക്കുമ്പോൾ അവർക്ക് ചുറ്റുമത ഒരു ആൾക്കൂട്ടം കാണുന്നു. ഈ ആൾക്കൂട്ടം വരുന്നു. അവരുടെ ബന്ധുക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, നാട്ടുകാരുണ്ട്, അയൽപക്കക്കാരുണ്ട്. എല്ലാവരും വന്നിട്ട് പറയുന്നു, ഇതാ ഇവൻ ഞങ്ങളെ ദ്രോഹിച്ചവനാണ്, രക്തം ചിന്തിയവനാണ്, അവകാശങ്ങൾ കവർന്നെടുത്തവനാണ്, ഞങ്ങളെ കളിയാക്കിയവരാണ്, പരിഹസിച്ചവരാണ്, ഒരു ബാധ്യതയും നിർവഹിക്കാത്തവരാണ് എന്ന് പറഞ്ഞ് പരാതി ബോധിപ്പിക്കുമ്പോ ആ പരാതി ബോധിപ്പിക്കുന്ന അള്ളാഹുവിന്റെ അടിയാറുകളുടെ പരാതികൾ സ്വീകരിച്ചുകൊണ്ട് ഇതാ ഇവന്റെ മുഴുവൻ സൽക്രമങ്ങളും അദ്ദേഹത്തിന് കൊടുക്കുന്നു. പരാതി ഉന്നയിച്ച് മർദ്ദിക്കപ്പെട്ടവർക്ക് കൊടുക്കുന്നു, പീഡിപ്പിക്കപ്പെട്ടവർക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവരുടെ നന്മകളൊക്കെ എടുത്ത്, അവരുടെ തിന്മകളൊക്കെ എടുത്ത് ഇദ്ദേഹത്തിന് കൊടുക്കുകയും അവസാനം നന്മയുമായി സ്വർഗത്തിൽ പോകാൻ വന്നവൻ, സൽക്കർമ്മങ്ങളുമായിട്ട് വന്നവൻ, അവൻ മറ്റുള്ളവരുടെ ദുഷ്കർമ്മങ്ങളുമായി നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ, നിങ്ങളുടെ പുണ്യകർമ്മങ്ങൾ സമൂഹത്തില് നന്മയായിട്ട് പ്രകാശിപ്പിക്കണം. നമ്മുടെ ഈദ് അതിന്റെ ഏറ്റവും നല്ല പ്രതീകമാണ്. നിങ്ങൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു നിന്നത് എന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. 30 ദിനരാത്രങ്ങൾ നിങ്ങൾ അള്ളാഹുലേക്ക് യാത്ര ചെയ്തു, പള്ളിയിലേക്ക് പോയി, മുസല്ലയിലേക്ക് പോയി, പാതിരാവിൽ വരെ എഴുന്നേറ്റിട്ട് നിങ്ങൾ നമസ്കരിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ 30 ദിനരാത്രങ്ങൾ പൂർത്തീകരിച്ച് ഉത്കൃഷ്ട മൂല്യങ്ങൾ സ്വായത്തമാക്കി ലഅല്ലക്കും തത്തഖൂൻ എന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ച് അള്ളാഹുവിന്റെ സന്മാർഗം സ്വീകരിച്ചുകൊണ്ട് 31ാമത്തെ ദിവസം അള്ളാഹു നിങ്ങളോട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളോട് പറയുന്നു, മൈതാനത്തിലേക്ക് പോവുക, ഈദ്ഗാഹുകളിലേക്ക് പോവുക, ജനങ്ങളിലേക്ക് പോവുക. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്നലെ വരെ പള്ളിയിലേക്ക് പോയ നിങ്ങളോട് എന്തിനാണ് ഇന്ന് ഈദ്ഗാഹിലേക്ക് പോകാൻ പറഞ്ഞത്? 30 ദിവസത്തിലെ 30 ദിനരാത്രങ്ങളിൽ നിങ്ങൾ ആർജിച്ചെടുത്ത പുണ്യങ്ങൾ ഇന്ന് നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുക, ജനങ്ങളിൽ അത് പ്രകാശിപ്പിക്കുക. നിങ്ങൾ വിശപ്പറിഞ്ഞു, നിങ്ങൾ ദാഹമറിഞ്ഞു, ദാഹിക്കുന്നവന്റെ മുമ്പിൽ വെള്ളമാവുക, വിശക്കുന്നവന്റെ മുമ്പിൽ ഭക്ഷണമാവുക, ആശ്വാസമാവുക, സാന്ത്വനമാവുക, തണലാവുക, താങ്ങാവുക. അങ്ങനെ ജനങ്ങൾക്ക് നിങ്ങളുടെ ഉത്കൃഷ്ട മൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, 30 ദിവസം പൂർത്തീകരിച്ച നമ്മളിൽ നിന്ന് ഇസ്ലാമിന്റെ സുന്ദരമായ അനുഭവം നമ്മുടെ സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുമോ? അതാണ് ഈദിന്റെ സന്ദേശം. അതുകൊണ്ടാണ് പള്ളിയിൽ നിന്ന് ഈദ്ഗാഹിലേക്ക്, ജനങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി വരിക. ആ ഇറക്കം, ജനങ്ങളിലേക്കുള്ള ഇറക്കം, ജനങ്ങളിൽ ഇസ്ലാം അനുഭവിപ്പിക്കാൻ കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുന്നത്. ആ വിജയത്തിന്റെ ആഹ്ലാദമായിരിക്കണം നമ്മുടെ പെരുന്നാൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ആ ആഘോഷത്തിൽ നിന്ന്, ജനങ്ങളിൽ ഇസ്ലാം മനോഹരമായി അവതരിപ്പിക്കപ്പെടുന്നതിന്റെ നിർവൃതിയിൽ നിന്ന്, സന്തോഷത്തിൽ നിന്ന്, ആഹ്ലാദത്തിൽ നിന്ന് കൂടി നമുക്ക് തക്ബീറുകൾ ഉണ്ടാവണം. ഈ സന്ദർഭത്തിൽ നമ്മൾ നന്നായിട്ട് ഓർക്കണം, നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോ, നമ്മൾ തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കുമ്പോ, നമ്മൾ സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മുഴുവൻ സഹോദരന്മാർക്കും ഇന്നേ ദിവസം ഇതേപോലെ സന്തോഷിക്കാൻ സാധിക്കുന്നില്ല. ലോകത്തിന്റെ നാനാഭാഗത്തും നമ്മുടെ സഹോദരങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ജയിലറകളിലാണ്, അവർ ജയിലറകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പലയിടത്തും ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് മറക്കാൻ കഴിയില്ല, പലസ്തീനിൽ ഇസ്രായേൽ കൊണ്ടുവന്ന് തള്ളുന്ന ടാങ്കുകളും അതേപോലെ തന്നെ മിസൈലുകളും തകർത്ത് തരിപ്പണമാക്കിയ ആ കെട്ടിടങ്ങൾക്കിടയിൽ, വീടുകൾക്കിടയിൽ, ചെറ്റക്കുടലുകൾക്കിടയിൽ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ, പിഞ്ചു പൈതലുകൾ, നിഷ്കളങ്കരായ കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കൾ രക്തസാക്ഷികളായതറിയാതെ അതിന്റെ ഇടയിൽ തന്റെ കളിപ്പാട്ടങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന നിഷ്കളങ്കരായ കുട്ടികളുടെ മുഖം നമുക്കിന്ന് മറക്കാൻ സാധ്യമല്ല. വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോ പൊട്ടിത്തെറികൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ, നമ്മുടെ സഹോദരങ്ങളുടെ മക്കൾ ചിഹ്നിച്ചു വരുന്നത് കാണാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയില്ല. ഇങ്ങനെയുള്ള കാഴ്ചകളും ഇങ്ങനെയുള്ള വേദനാജനകമായ അവസ്ഥകളും നമ്മുടെ മുമ്പിലുണ്ട്. അതും കൂടി മുമ്പിൽ വെച്ചുകൊണ്ട് അവർക്ക് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്
മാത്രമേ നമുക്ക് ഇന്ന് ആഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എന്നാലും നമ്മളെ സന്തോഷിപ്പിക്കുന്നു. കാരണം ഇത് സന്തോഷിക്കുവാനുള്ളതാണ്. എന്താണ് നമ്മുടെ സന്തോഷം? അവരൊക്കെയും അള്ളാഹുവിന്റെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ്. അവരാണ് അള്ളാഹുവിന്റെ ദീനിന്റെ സാക്ഷികളായി ഇന്ന് നമുക്ക് ആവേശം പകരുന്നത്. വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഹലോക ജീവിതത്തിന്റെ സൗകര്യങ്ങളിലേക്ക് വഴിമാറാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ ദീനിന്റെ ഇസ്സത്തിന് വേണ്ടി ഒന്നും അടിയറ വെക്കാൻ തയ്യാറല്ലാതെ ഒരു സമൂഹം ലോകത്ത് ഇന്നും ഇസ്ലാമിന്റെ നേർസാക്ഷ്യങ്ങളായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു എന്നുള്ളത് രക്തസാക്ഷിത്വങ്ങൾക്കിടയിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്.